നിലമ്പൂർ ഒന്നടങ്കം പോളിംഗ് ബൂത്തിൽ കയറാൻ വെറും 3 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിശക്തമായി അല്പമെങ്കിലും മുന്നിൽ നിൽക്കുന്നത് UDF സ്ഥാനാർത്ഥി തന്നെയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിലമ്പൂരിൽ വെച്ച് തന്നെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സംസ്ഥാനത്തെ CPM സ്വരാജ് ജയിക്കുമെന്നും അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDF-ന്റേതാകുമെന്നും വാർത്തകൾ പുറത്തുവിട്ടു. അപ്പോൾ തന്നെ CPM പരാജയം മണത്തിരിക്കുന്നു എന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. അതോടെ മന്ദഗതിയിലായിരുന്ന അൻവർ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്നു എന്നതാണ് യാഥാർത്ഥ്യം. താൻ പിടിക്കുന്ന LDF-ന്റെ വോട്ടുകളിലായിരിക്കും എന്നുറപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയെയും ഭരണത്തെയും ഒപ്പം സ്ഥാനാർത്ഥി സ്വരാജിനെയും എതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയെ സുന്നി ചതിക്കും, സമസ്ത പാരം വലിക്കും, മുസ്ലിം ലീഗ് കാലുവാരും എന്നൊക്കെ പറഞ്ഞ് നടന്നവർക്ക് തന്നെ അതൊന്നും നടക്കില്ല എന്നുള്ള ഉറപ്പ് വന്നിരിക്കുകയാണ് ഇതോടെ. അതിന് പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗിന്റെ കട്ട സപ്പോർട്ടാണ്. മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ അണിനിരന്ന് യുദ്ധം ചെയ്യുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി. അത് മനസ്സറിഞ്ഞുള്ളതാണ്. ഒപ്പം പാണക്കാട്ട് തറവാട്ടിൽ നിന്നും വന്നിരിക്കുന്ന നിർദ്ദേശത്തിന്റെ പിൻബലത്തിലാണ്. ആ പിന്തുണ കണ്ടതോടുകൂടി നിലമ്പൂരിന്റെ പൾസ് വളരെ വ്യക്തമായിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും പോലെ ഒരുപക്ഷെ അതിനേക്കാളും വീറും വാശിയും പുറത്തെടുത്ത് പ്രചണ്ഡമായ പ്രചരണം നയിക്കുകയാണ് മുസ്ലിം ലീഗ്. അതിൽ CPM മുൻതൂക്കമുള്ള അമരമ്പലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചുമതലയുള്ള മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരം ഇതിന്റെ യഥാർത്ഥ കാര്യം വ്യക്തമാക്കുകയാണ്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ആത്മാർത്ഥമായ മുന്നണി ബന്ധം എന്താണ് എന്നുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സാധാരണ നിലമ്പൂരിലും മലപ്പുറത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലീഗ് ഒരു ഉറപ്പ് കൊടുത്താൽ അത് ജയിക്കുന്നതാണ്. ഈ നിലമ്പൂരിൽ ലീഗിന് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുമോ? ആ ഉറപ്പ് നേരത്തെ സാധിക്കൽ തങ്ങൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അതിലപ്പുറം ഒന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങള് അടിപൊളി വിജയം നേടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇവിടെ ഇപ്പോ അമരമ്പലം പഞ്ചായത്തിലാണ് ഞാനും സാദിഖലിയും നവാസും ഉൾപ്പെടെയുള്ള ലീഗിന്റെ പ്രതിനിധികളായിട്ടുള്ളത്. CR മഹേഷ് ഉൾപ്പെടെ MM നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഫീൽഡിൽ വന്നത് മുതൽ ഇപ്പോൾ ഒരു 10 ദിവസത്തോളമായി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അമരമ്പലം പോലെ ഒരു 1500 വോട്ട് പിറകിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തിൽ പോലും ഞങ്ങളുടെ എല്ലാ ബൂത്തിലെയും ഫീൽഡ് വർക്കിന് നല്ല സ്ട്രോങ് ആയ ആളുകളുണ്ട്. എല്ലായിടത്തും വർക്ക് വളരെ കോർഡിനേറ്റഡ് ആണ്, വളരെ നന്നായി നടക്കുന്നുണ്ട്. ഇപ്പോഴും ഞാനിതാ ഈ പെരുമഴയത്തും ഞങ്ങളിപ്പോ ഫീൽഡിൽ വീട് കയറിയിട്ട് വരികയാണ്. അപ്പൊ ഇപ്പൊ വീട് കയറാൻ ഒരു 40-50 പേര്, അതിന് പെൺകുട്ടികളടക്കം സ്ത്രീകളടക്കം വീട് കയറാൻ വേണ്ടിയിട്ട് റെയിൻകോട്ട് ഇട്ടിട്ട് വരുന്നൊരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയ ബോധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും മിന്നുന്ന ജയം UDF-ന് ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഡെഫിനറ്റ് ആണ്. ഇവിടെ PV അൻവർ ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ലീഗിന് ആര്യാടൻ ഷൗക്കത്തിനോടും അദ്ദേഹത്തിന്റെ വാപ്പാനോടും ഒക്കെ ഉണ്ടായിരുന്നൊരു ദേഷ്യമുണ്ട്, ആ ഒരു കുടുംബത്തോടുണ്ടായിരുന്നു. അതിൽ ലീഗിന്റെ വിമത വോട്ടുകൾ കിട്ടി ജയിക്കാം എന്നുള്ളതാണ്. PV അൻവർ അങ്ങനെയാണ് ജയിച്ചത്, TK ഹംസ അങ്ങനെയാണ് ജയിച്ചത്. അതൊരു ആവർത്തനം ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വോട്ട് ചോർച്ച ലീഗ് പ്രതീക്ഷിക്കുന്നു. അല്ല, ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ടല്ല ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വ്യക്തിപരമായ നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പാർട്ടിക്ക് താഴെയാണ്. ഞങ്ങൾക്ക് പാർട്ടി മാത്രമാണ്. മുസ്ലിം ലീഗിന്റെ ലീഡർ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ എന്തു പറഞ്ഞോ അത് മാത്രമാണ് ഞങ്ങളുടെ അവസാനത്തെ പ്രവർത്തകന്റെ ഈ രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് തങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഉപതെരഞ്ഞെടുപ്പും പൊതുതെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പലതരത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇത് ആദ്യമായി ലീഗിന്റെ പ്രസ്റ്റീജാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് ലീഗിന്റെ വിജയമായിരിക്കും എന്നാണ്. അതിനർത്ഥം ലീഗിന്റെ അവസാനത്തെ പ്രവർത്തകനും അതിശക്തമായിട്ട് ഫീൽഡിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതിപ്പോ സ്വാഭാവികമായിട്ടും പല സാഹചര്യങ്ങളിൽ വന്ന പല പ്രതികരണങ്ങളിൽ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരെന്താണ്, അതൊക്കെ ഞങ്ങളൊന്നും ക്യാരി ചെയ്യുന്നില്ലല്ലോ. നമ്മളെ കയ്യിൽ വരുന്ന സാധനങ്ങൾ അപ്പത്തെ പ്രശ്നങ്ങൾ അപ്പം തീർന്നു പോവല്ലേ. പിന്നെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ലീഗിനൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ലേ. ലീഗിന്റെ ഒരു സംഘടന സ്വിച്ച് ഇട്ടാൽ ഓൺ ആവുകയും സ്വിച്ച് ഇട്ടാൽ ഓഫ് ആവുകയും ചെയ്യുന്ന സംഘടനയാണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെയാണ്, ഞങ്ങൾ ഉറപ്പ് കൊടുത്താൽ ഉറപ്പാണ്.
ഞങ്ങളുടെ ഉറപ്പ് മാത്രമല്ല, ഇത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ആവേശപൂർവ്വം ഞങ്ങളുടെ ഫീൽഡിൽ ഒരാൾ പോലും, ഇപ്പോൾ ഗൾഫിൽ നിന്ന് പോലും എത്രയോ KMCCയുടെ പ്രവർത്തകന്മാർ വന്ന് ജോയിൻ ചെയ്ത്, ഇന്നിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ വീട് കയറിയ ഒരു സ്ഥലത്ത് ഒരു KMCCയുടെ പ്രവർത്തകനായ ഒരു തങ്ങളുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി മെനയാന്നെത്തിയതാണ്. അപ്പൊ ആ തരത്തിലേക്കുള്ള ഒരു ആവേശം ഞങ്ങൾക്കുണ്ട്. ഒരു നിലക്ക് ഞങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസക്കുറവ്.